എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് ആയിട്ട് ഒരു വീടിന്റെ മുമ്പിൽ അലങ്കരിച്ചേക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഈ UK-യിലുള്ള ക്രിസ്തുമസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവർ മുടക്കുന്ന പണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ക്രിസ്തുമസിന് ഇവർ എങ്ങനെയൊക്കെയാണ് ഇവർ ഡെക്കറേഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ പിടിക്കാൻ കാരണം. ഫുള്ള് രാത്രിയിൽ ട്രാവൽ ചെയ്തുകൊണ്ട് ഓരോ വീടുകളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോയിട്ട് പിടിച്ച ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ജസ്റ്റ് ഓരോ വീടുകളുടെ മുമ്പിലും ലൈറ്റിംഗ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ലണ്ടൻ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇവിടുത്തെ വീടുകളെല്ലാം ഓരോ റെസിഡൻഷ്യൽ ബ്ലോക്കുകളായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഓരോ റെസിഡൻഷ്യൽ ഏരിയകളിൽ നമുക്ക് 1000 1500 വീടുകൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ ഓരോ ഏരിയകളിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് നമ്മൾ കാർ കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീടിന് ഇങ്ങനെ മാല പോലെ വീടുകളാണ്. അതുപോലെ തന്നെ ഡെക്കറേഷനും അതുപോലെ തന്നെയാണ്. മാല ബൾബുകൾ പണ്ട് നാട്ടിൽ നമ്മൾ ചൈന മാല ബൾബ് ഇടുന്ന പോലെ ഒരു വീടിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത വീടിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട്. നമ്മുടെ നാട്ടിലൊരു വീട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2-3 പറമ്പിന് ശേഷമാണല്ലോ അടുത്ത വീടുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓരോ വീടുകളും ചേർന്ന് വരിയും നിരയായിട്ട് കൃത്യമായിട്ടുള്ള അകലത്തിൽ കൃത്യമായിട്ട് ചേർത്ത് ഒക്കെയാണ് വീടുകൾ വെച്ചിട്ടുള്ളത്. എല്ലാ വീടിൻ്റെയും മുറ്റത്ത് നമുക്ക് ഗേറ്റുകളോ മതിലുകളോ ഒന്നും ഉണ്ടാവില്ല. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. മെയിൻ റോട്ടിൽ നിന്ന് നേരിട്ടുള്ള എൻട്രൻസ് ആയിരിക്കും മുറ്റത്തേക്ക് ഉണ്ടാവുക. പുല്ലുകൾ വെച്ചിട്ടാണ് ഇവർ ഫെൻസുകളായിട്ട്, മതിലുകളായിട്ടുള്ളത് കുറ്റിച്ചെടികളൊക്കെയാണ് ഇവരുടെ മതിലുകൾ. കാറൊക്കെ പുറത്ത് തന്നെയാണ് ഇടുക. ഷെഡുകൾ പ്രത്യേകിച്ച് ഉണ്ടാവില്ല. ചില വീടുകൾക്ക് കാർ ഷെഡുകളുള്ള വീടുകളുണ്ട്, ചില വീടുകൾക്ക് കാർ ഷെഡുകളുള്ള. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരൊറ്റ മാല പോലെ പള്ളി പെരുന്നാളിനൊക്കെ നമ്മുടെ നാട്ടിൽ അലങ്കരിച്ചിരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ ക്രിസ്മസിന് ഓരോ വീടുകളും അലങ്കരിക്കുക. ഇങ്ങനെ ഒരു ലൈറ്റിങ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും വീടിൻ്റെ മുറ്റത്തുള്ള ചെടികളും കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ മുകളിൽ മാല ബൾബ് കയറ്റിയിട്ടിട്ട്. നക്ഷത്രങ്ങൾ വളരെ കുറവാണ് കേട്ടോ. നക്ഷത്രങ്ങൾ ഇടുന്ന ഒരു കൾച്ചർ നമുക്ക് മാത്രമാണെന്ന് തോന്നുന്നു. ഇവർ നക്ഷത്രത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒരു വീട്ടിലും ഒരു നക്ഷത്രം വേണം. അല്ലെങ്കിൽ നക്ഷത്രം ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ നക്ഷത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാവുക. പക്ഷെ ഇവിടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചൈനീസ് മാല ബൾബുകളാണ്. ഈ മാല ബൾബുകൾക്കൊക്കെ വീടിൻ്റെ അകത്തുനിന്നുള്ള കറണ്ട് കണക്ഷൻ ഒന്നും അല്ല കേട്ടോ. ചുമ്മാ ഒരു ബാറ്ററി, 1-2 ബാറ്ററി ഉള്ള ഒരു കുഞ്ഞു ബോക്സ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിലും അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇലക്ട്രിക്കൽ പവർ കുത്തിയിട്ട് ലൈറ്റപ്പ് ചെയ്യണ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് മരത്തേലൊക്കെ നല്ല വൃത്തിയായിട്ട് കെട്ടി ചുറ്റിയിട്ടിട്ട് അതിൻ്റെ എൻഡ് തന്നെയാണ് അതിനുള്ള ബാറ്ററിയുടെ സോഴ്സും. അപ്പോൾ ആ ബാറ്ററി തീരുന്നതനുസരിച്ചിട്ട് 2 ബാറ്ററി മേടിക്കുന്നു, ഇടുന്നു, യൂസ് ആൻഡ് ത്രോ ആണ്. ഈ ഒരു ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊട്ടയിൽ പോകും. അപ്പോൾ അടുത്ത ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കൊട്ടയിൽ കളയുന്ന ഇവിടെയുള്ളവർ പറയുക. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇവർ വീണ്ടും പുതിയ സാധനങ്ങൾ മേടിക്കും, പുതിയ ടൈപ്പ് ലൈറ്റ് മേടിക്കും, പുതിയ ടൈപ്പ് റെയിൻഡിയറിൻ്റെ ഒക്കെ ഷേപ്പുകളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവർ വീടിൻ്റെ മുറ്റത്ത് ഈ ഡിയറിൻ്റെ ഇത് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഒരു എയർ ബലൂൺ പോലത്തെ ബലൂൺ വീർപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ലൈറ്റുള്ള സാധനങ്ങൾ. നിങ്ങൾ ആദ്യത്തെ ഫോട്ടോ അല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വീടിൻ്റെ മുമ്പിൽ എനിക്ക് തോന്നുന്നത് ഒരു 500 പൗണ്ടിൻ്റെ ഏകദേശം ഒരു 50,000 രൂപയുടെ ഐറ്റങ്ങളെങ്കിലും ഒരു വീടിൻ്റെ മുമ്പിൽ അവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡെക്കറേഷൻ ഇപ്പോൾ ഈ ഒരു ഇടത് സൈഡിൽ കാണുന്ന വീട് കണ്ടോ, ഇതൊരു മലയാളിയുടെ വീടാട്ടോ. നമ്മൾ ഇവിടെ വന്ന് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ സ്വന്തമായിട്ട് വീട് മേടിക്കണവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു രീതിയിലേക്ക് വന്ന് മാറുകയാണ്. ക്രിസ്മസിൽ നക്ഷത്രം തന്നെ ഇടണം, അല്ലെങ്കിൽ നിരനിരയായിട്ട് വീടിൻ്റെ എല്ലാ 4 മൂലക്കേക്കിട്ട് നക്ഷത്രം ഇടണം, അങ്ങനെയൊന്നുമില്ല. എന്നിരുന്നാലും ഒരു 90% ജനങ്ങളും ഇവിടുത്തെ ഉള്ള നാനാജാതി മതസ്ഥർ എന്നുള്ള രീതി തന്നെ പറയാം. വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ടാവും ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് ക്രിസ്മസ് ഇവർക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അപ്പോൾ ഈ ഒരു മാസം ഫുള്ള് ഇതുപോലെ ലൈറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ വീടുകളിൽ ഉണ്ടാവുക. വീടിൻ്റെ മുമ്പിൽ കുഞ്ഞ് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലൈറ്റൊക്കെ കയറ്റി അവർ ശരിക്കും നല്ല ഒരു ആംബിയൻസ് ആണ്. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റാണ്, അടിപൊളിയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യാനും ഒരു രാത്രി നൈറ്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയുണ്ട്. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് ഇറങ്ങും എല്ലാവരും.
വീടുകളോട് ചേർന്ന് പ്രത്യേകം ഗ്യാരാജോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ മുറ്റത്ത് അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ആയിരിക്കും കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ നിലാവെട്ടത്തു നിന്നുള്ള രീതിയിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സമയവും രാത്രിയാണ്. വൈകുന്നേരം 4 മണി മുതൽ ഇരുട്ടാണല്ലോ. രാവിലെ ഒരു 8 മണി 8:30 വരെ ഇരുട്ട് തന്നെയാണ് ക്രിസ്മസ് ഡിസംബർ മാസങ്ങളിലൊക്കെ. അങ്ങനെ ഡിസംബർ മാസം എന്നില്ല, സമ്മർ വരുന്നവരെ അത് തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഫുൾ ടൈം ദിവസത്തിൽ മുഴുവൻ വേണമെങ്കിൽ ലൈറ്റ് ഇങ്ങനെ തെളിച്ചിട്ടേക്കാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓരോ വീടുകളും നമ്മളിപ്പോൾ കിലോമീറ്ററുകൾ ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ബ്ലോക്കിൽ നിന്ന് നമ്മൾ വിചാരിക്കും ഇവിടെ തീർന്നു എന്ന്. അടുത്ത റെസിഡൻഷ്യൽ ബ്ലോക്കിൽ പോകുമ്പോൾ വീണ്ടും വേറെ വെറൈറ്റി രീതിയിലാണ് ഇവർ ക്രിസ്മസിന് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഇതുപോലെ തന്നെ സ്ട്രീറ്റുകൾ, ഹൈ സ്ട്രീറ്റുകൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ മലയാറ്റൂർ, കൊച്ചിയിൽ അങ്ങനെയൊക്കെ ഓരോ സെലക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് എത്രയധികം ലൈറ്റും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇവിടേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോതമംഗലം, കോട്ടപ്പടി, പെരുമ്പാവൂർ അങ്ങനെ ഓരോ സിറ്റിയും ഇവർ ഡെക്കറേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ സിറ്റിയിലും 1-2 മറ്റേ ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പാകത്തിനുള്ള ഒരു സെറ്റപ്പും ചെയ്യും. അപ്പോൾ ആ ക്രിസ്മസിൻ്റെ ഒരു മാസക്കാലത്തേക്ക് ആ ലൈറ്റിങ് വേണ്ടിയിട്ട് ആ സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാനവീയം വീതിയൊക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്തല്ലോ. ഈ കാണുന്ന വീടും നമ്മളെ കോതമംഗലത്തുള്ള ഒരു ചേട്ടൻ്റെ വീടാട്ടോ. അപ്പോൾ ആ കോതമംഗലംകാരൻ ചേട്ടൻ്റെ വീട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പള്ളി പെരുന്നാൾ പോലെ സാധനങ്ങൾ മേടിച്ച് മുറ്റത്തൊക്കെ ഈ കുത്തി വെച്ചിരിക്കുന്ന കുടകളും സാധനങ്ങളൊക്കെ ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റുകളാണ്. അപ്പോൾ അതിനൊക്കെ ഇലക്ട്രിക്കൽ സേഫ്റ്റി സൈഡ് നോക്കുവാണെങ്കിൽ അങ്ങനെയുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ എന്താ പറയുക വീടിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ എടുത്ത് എക്സ്റ്റൻഷൻ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയൊന്നും അല്ല. എനിവേ, എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസിൻ്റെ ലൈറ്റിങ്, ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഒത്തിരി ഇല്ല ഇവിടുത്തെ ഒരു രീതിക്ക്. അപ്പോൾ നമ്മൾ ഓരോ സ്ട്രീറ്റിൻ്റെ എൻഡിൽ പോയിട്ട് വണ്ടി തിരിച്ച് അടുത്ത സ്ട്രീറ്റിലോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വീട് എടുത്ത്. ഈ കാണുന്നതൊക്കെ ഒരു വീടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ലൈറ്റിങ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഓരോ വീടുകളും ഇവരെങ്ങനെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നമുക്ക് അങ്ങ് ദൂരെ, ഇതൊക്കെ ഞാൻ മെയിൻ റോഡിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങ് അത്യാവശ്യം ഒരു 50-100 മീറ്റർ ദൂരെയാണ് ആ വീടുകളൊക്കെ കാണുന്നത്. അപ്പോൾ ചില വീടുകളുടെ അടുത്തേക്കൊന്നും നമുക്ക് കാർ ഓടിച്ച് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ റോഡിൽ തന്നെ നിന്നിട്ട് വീഡിയോസ് എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തത്. എനിവേ, എന്തായാലും മറ്റൊരു വിശേഷവും മറ്റൊരു യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ. നിങ്ങളിത് ഈ ഒരു വീടിൻ്റെ ഡെക്കറേഷനൊന്ന് നിങ്ങൾ കണ്ടു നോക്കി. ഈ വീടിൻ്റെ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ കൊച്ചുങ്ങൾ ചോദിച്ചു എന്താ ചെയ്യണേന്ന്. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ലൈറ്റിംഗ് കണ്ടപ്പോൾ സന്തോഷം തോന്നി. വീണ്ടും